ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ഇഡിയുടെ വാദം. ഇഡി അന്വേഷണത്തെ എതിർക്കുന്ന പ്രോസിക്യൂഷൻ എതിർപ്പ് രേഖാമൂലം അറിയിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഇഡി അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. കേസിന്റെ എഫ്ഐആർ പകർപ്പുകളും മൊഴികളും റിമാൻഡ് റിപ്പോർട്ടുകളും അടക്കം ആവശ്യപ്പെട്ടാണ് വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. ലഭിക്കുന്ന എല്ലാ രേഖകളും രഹസ്യമായി സൂക്ഷിക്കാമെന്ന് ഇഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപേക്ഷയിൽ പ്രോസിക്യൂഷൻ എതിർപ്പറിയിച്ചു. ശബരിമലയിൽ ഇഡി അന്വേഷണം വേണ്ട എന്നതാണ് സർക്കാരിന്റെ വാദം. രേഖകൾ കൈമാറാനാവില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചതിനെ തുടർന്നാണ് അപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. പ്രോസിക്യൂഷൻ വാദം കൂടെ കേട്ട ശേഷമാകും രേഖകൾ കൈമാറുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ദ്വാരപാലക ശില്പക്കേസിലും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇരു കേസുകളിലും പ്രതിയായ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ 12-ാം തീയതിയാണ് വിജിലൻസ് കോടതി വിധി പറയുന്നത്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജിയിലും കോടതി 12-ന് വിധി പറയും. മീഡിയ 1 കൊല്ലം.